നമസ്കാരം. ഇരുളിൻ്റെ അറിയാക്കഥകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വെറും കഥകളല്ല, രാത്രിയുടെ നിശബ്ദതയിൽ മനസ്സിനെ പിന്തുടരുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ലൈറ്റുകൾ അണയ്ക്കൂ, ഹെഡ്ഫോൺ ധരിക്കൂ. ധൈര്യമുണ്ടെങ്കിൽ മാത്രം കഥയിലേക്ക് കടക്കാം. ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു മൂലയിലായി ഒരു പഴയ കരിമ്പനയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതൊരു സാധാരണ മരമാണ്. ക്ലാസ്സിലേക്ക് ഓടുന്നവരും സുഹൃത്തുക്കളോട് സംസാരിക്കുന്നവരും ഫോണിൽ മുഴുകിയിരിക്കുന്നവരും ആ മരത്തെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ആ മരത്തിൻ്റെ ചുവട്ടിൽ എല്ലാ ദിവസവും ഒരാൾ നിൽക്കും, ആരെയോ കാത്തിരിക്കുന്നത് പോലെ. അങ്ങനെയാണ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അയാൾ ആരെയും കാത്തു നിൽക്കുകയായിരുന്നില്ല, ആരെയോ നോക്കി സംസാരിക്കുകയാണ്. ചിരിക്കുന്നു, തലയാട്ടുന്നു, ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു. ചില സമയങ്ങളിൽ പൊടുന്നനെ നിശബ്ദനാവുന്നതും കാണാം, ആരോ മറുപടി പറയുന്നത് പോലെ. പക്ഷേ അവിടെ അയാളെ കൂടാതെ മറ്റാരുമില്ല. ഓരോ ദിവസവും അതേ സമയം, അതേ സ്ഥലം, അതേ സംഭാഷണം. കോളേജിലെ എല്ലാവർക്കും അയാളെ അറിയാം, പക്ഷേ ആരും അയാളുടെ അടുത്തേക്ക് പോകാറില്ല. അല്പം ജിജ്ഞാസ കൂടുതലുള്ളവരുടെ കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് പോയി സംസാരിക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് വൈകുന്നേരം ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിലേക്ക് പോയില്ല. എനിക്ക് സത്യം അറിയണമായിരുന്നു. സൂര്യൻ മറഞ്ഞു, ക്യാമ്പസ് പതിയെ ആളൊഴിഞ്ഞു തുടങ്ങി. കാറ്റില്ല, എന്നിട്ടും ആ കരിമ്പനയുടെ ഇലകൾ മാത്രം ശബ്ദമുണ്ടാക്കി. അയാൾ അപ്പോഴും അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ പതിയെ നടന്ന് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. ഉള്ളിൽ ഒരല്പം ഭയമുടലെടുത്തെങ്കിലും ധൈര്യം സംഭരിച്ച് ഞാൻ ചോദിച്ചു, ചേട്ടൻ ആരോടാണ് ഈ സംസാരിക്കുന്നത്? എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അയാൾ പതിയെ എന്നെ നോക്കി. കുറച്ച് നിമിഷങ്ങൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരുതരം വിചിത്രമായൊരു ചിരി അയാൾ എന്നെ നോക്കി ചിരിച്ചു. അയാളുടെ മുഖം അത്രയും അടുത്തു നിന്ന് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഭയാനകരമായി തോന്നി. മുഖത്തവിടെവിടായി കുറേ മുറിവുകൾ, ആരോ മൂർച്ചയുള്ള നഖം വെച്ച് മാന്തിയതുപോലെ. ആ കുഞ്ഞു കണ്ണുകൾ എന്നെ നോക്കി പറഞ്ഞു, നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇത് കേട്ടതും എൻ്റെ ഹൃദയം അതിവേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരമാകെ തണുത്തുറഞ്ഞുപോയി. പിന്നെ അയാൾ തൻ്റെ അരികിലുള്ള ശൂന്യമായ സ്ഥലത്തേക്ക് നോക്കി പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവനൊടുവിൽ വരുമെന്ന്. നിനക്കൊരു ചെറുപ്പക്കാരൻ്റെ ആത്മാവിനെ വേണമെന്നല്ലേ പറഞ്ഞത്? ദാ ഞാൻ കൊണ്ടെത്തിച്ചു. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കരുത്. അയാൾ ഇത്രയും പറഞ്ഞു നിർത്തിയതും ഞാൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു ഭീകരമായ അലർച്ച എൻ്റെ പിന്നിൽ നിന്നും കേട്ടു. ആ ശബ്ദം ഒരു മനുഷ്യൻ്റേത് പോലെ ആയിരുന്നില്ല. എൻ്റെ പിന്നിൽ നിന്ന് ആരോ ശ്വാസം വിടുന്നത് പോലെയും എനിക്ക് തോന്നി. ഞാൻ അതിവേഗത്തിൽ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. കോളേജിൻ്റെ ക്യാമ്പസ് കഴിയുന്നതുവരെ ആരോ എൻ്റെ പിറകെ ഓടുന്ന ശബ്ദം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള 2 ദിവസത്തേക്ക് ഞാൻ കോളേജിൽ പോകാൻ കൂട്ടാക്കിയുമില്ല. അടുത്ത ദിവസം ഞാൻ ആ വഴിയിലൂടെ പോയില്ല, പിന്നീടും പോയില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇന്നലെ വൈകുന്നേരം നീ ആ കരിമ്പനയുടെ ചുവട്ടിൽ ആരോടായിരുന്നു സംസാരിച്ചത്? ഞാനൊരു ഞെട്ടലോടെ ചോദിച്ചു, ഞാനോ? ഞാൻ അവിടെ പോയിട്ടില്ല. ഇത് കേട്ടതും അവൻ എന്നെ കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വ്യക്തമായി കണ്ടു. നീ ഒറ്റയ്ക്കായിരുന്നില്ല, നിന്റെ അടുത്ത് ഒരു വയസ്സനായ മനുഷ്യനുമുണ്ടായിരുന്നു. ആ ദിവസത്തിനു ശേഷം ഞാൻ ആ വഴിയിലൂടെ നടന്നിട്ടേയില്ല. പക്ഷേ ചില രാത്രികളിൽ കാറ്റുപോലുമില്ലാത്ത സമയത്ത് പലരും ആ കരിമ്പനയുടെ ഭാഗത്തു നിന്ന് 2 പേരുടെ ശബ്ദം കേൾക്കാറുണ്ടത്രേ. ഒന്ന് ആ വയസ്സനായ മനുഷ്യൻ്റേത്, മറ്റൊന്ന് എൻ്റെ ശബ്ദം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ഇരുളിൻ്റെ കഥ ഇനിയും ബാക്കിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ. ഇരുളിൻ്റെ അറിയാക്കഥകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത കഥയുമായി വീണ്ടും കാണാം. അതുവരെ ഇരുളിനെ സൂക്ഷിക്കൂ. ശുഭരാത്രി.